Hi, hello friends. Welcome to the new section of Almus PC channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബംഗാൾ വിഭജനത്തെ പറ്റിയാണ്. എന്താണ് ബംഗാൾ വിഭജനം? എന്നാണത് നടന്നത്? എന്നാണത് റദ്ദാക്കപ്പെട്ടത്? തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമുക്കിന്ന് പഠിക്കാം. ഒന്നാമതായിട്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് എന്താണ്? ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി, അതായത് ആ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് തന്നെ എന്താണ്? ബംഗാളാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ബംഗാളാണ്. ഇനി ബംഗാൾ വിഭജിച്ച വർഷം 1905 ജൂലൈ 20. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ് അത്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് ഭരണത്തിന് പ്രധാന ഉദാഹരണമാണ് ബംഗാൾ വിഭജനം, ഡിവൈഡ് ആൻഡ് റൂൾ. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി, ആ വൈസ്രോയി പ്രീവിയസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് കഴ്സൺ പ്രഭു. അപ്പം ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയുടെ പേരെന്താണ്? കഴ്സൺ പ്രഭു. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. എത്രയാണ്? 1905 ഒക്ടോബർ 16 ബ്രിട്ടീഷ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. അടുത്തത്, ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോഴത്തെ വൈസ്രോയി ആരാണ്? മിൻറ്റോ രണ്ടാമൻ. ആദ്യം പറഞ്ഞത് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭുവും, ഇത് നിലവിൽ വരുമ്പോഴത്തെ വൈസ്രോയി മിൻറ്റോ രണ്ടാമൻ വൈസ്രോയി ആണ്. അടുത്തത്, ബംഗാൾ വിഭജന കാലത്ത് ടാഗോർ രചിച്ച കവിത അമർ സോനാർ ബംഗ്ല, നിലവിലത്തെ ബംഗ്ലാദേശിലെ ദേശീയ ഗാനം കൂടിയാണ് അത്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ഏതാണ്? 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം. ഇനി റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റദ്ദാക്കിയ വർഷവും റദ്ദാക്കിയ വൈസ്രോയും ഇമ്പോർട്ടൻ്റ് ആണ്. പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം, നമ്മുടെ ഈ ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനമാണ്. ഞാൻ പെട്ടെന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് എടുത്തു പറഞ്ഞത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമാണ്. അപ്പം ഇനി പഠിക്കാൻ പോകുന്നത് സ്വദേശി പ്രസ്ഥാനമായിരിക്കും. സ്വദേശി പ്രസ്ഥാനവുമായി നല്ലൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. ബൈ.